ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഇതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ്. ഓക്കെ, ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ ഓക്കെ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ കാർഡ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത്. എങ്കിലും ഏതൊരു തരത്തിലുള്ള സ്ട്രഗിൾസ് വന്നാൽ പോലും ഈ വ്യക്തി നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒന്നാണ്. മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനോ പോലും നിങ്ങളുടെ ഒരിക്കലും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ കഴിയാത്ത വ്യക്തികളുടെ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത്രയും ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ വ്യക്തി അത്രയും ഒരു തീവ്രമായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയധികമായിട്ടുള്ള ഒരു ഫ്ലോയാണ്, സ്നേഹത്തിന്റെ ഒരു നിറഞ്ഞു ഒഴുകുന്ന ഒരു ഫ്ലോയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ്, കാലചക്രം തിരിയുമ്പോൾ ഭാവിയിൽ, ഫ്യൂച്ചറിൽ ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരുപാട് ഒരു കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. ആ വ്യക്തിക്ക് ഈവൻ ദോ നിങ്ങൾ ഒരു സെപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ചേരും എന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാം. എന്നാൽ അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ഒരുമിച്ച് ചേരും എന്നതിൽ. അപ്പോൾ സെപ്പറേഷൻ ടൈമിൽ വളരെ വിഷമത്തിലായിരുന്നാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്കുള്ളതിൽ കൂടുതൽ വിശ്വാസം നിങ്ങളുടെ പേഴ്സണുമുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൾ തമ്മിൽ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മനസ്സുകളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ട്. കുറച്ചു പേർക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസിലുള്ളവരാണ്. നിങ്ങൾക്കിടയിലുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. ശരിക്കും ആ ഒരു ഡിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു റീസ്റ്റാർട്ടായി പോയേനെ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കമ്മ്യൂണിക്കേഷൻ വന്നാൽ മാത്രമേ ഇതിനൊരു ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ നല്ല രീതിയിൽ അതൊന്ന് റീബിൽഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ
ഇവിടെ നടക്കുന്നില്ല എന്നാണ് കാണുന്നത്. പക്ഷെ എങ്കിലും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുണ്ട്. അതായത് നിയർ ഫ്യൂച്ചറിൽ അത് പോസിബിൾ ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് ഈ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്കും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയത്തെല്ലാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് അറിയുക. അതുകൊണ്ട് ഒരിക്കലും എൻഡ് ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് തരാൻ പോലും ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ ടൈം നിങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെ ഓർത്ത് ഒരുപാട് കരയുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഓരോ നിമിഷവും ഈ വ്യക്തി ലൈഫിൽ തിരികെ വരാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ ഒരു ഫീലിംഗ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഈ വ്യക്തി നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ഈ ഒരു അവസ്ഥ അവർ അറിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു വേദന ഇവർക്ക് ഫീൽ ആകുന്നുണ്ട്. നിങ്ങളുടെ വേദന, വിഷമം ആ വ്യക്തി അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഫീൽ ആകുന്നുണ്ട്, ആ വ്യക്തി അറിയുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക അതൊന്ന്. ഓരോ നിമിഷവും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. വെയിറ്റിംഗ് എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരയുന്നുണ്ട്. മേ ബി ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ ഒരു ഫീലിങ്സിന്റെ എനർജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും. കാരണം ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കാൻ ഇടയാകുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെന്റ്, ഒരു പോസിറ്റീവ് നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വന്നു ചേരും എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അത് തന്നെയാണ് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു പ്രതീക്ഷിക്കാതെ ആയിരിക്കുന്ന ഒരു മൊമെന്റിൽ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത്രയധികം ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളെ ഇവിടെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉറപ്പായിട്ടും എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയും ഈ വ്യക്തിക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ്സാകുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജീസ് വഴി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി അത്രയും മനസ്സിനൊരു വളരെയധികം ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു ഡിസിഷൻ എടുത്താൽ അത് പൂർത്തിയാക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് വേണ്ടിയിട്ട് ആ വാക്ക് നിറവേറ്റാൻ വേണ്ടി ജീവൻ പോലും കൊടുക്കാനായിട്ട് അത്രയധികം ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത്രയും സ്ട്രോങ് ആണ് ആ വ്യക്തി. അതുകൊണ്ട് ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ്. ഇനിയും നിങ്ങളുടെ ലൈഫിൽ സന്തോഷകരമായിട്ടുള്ള നാളുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇനി വരുന്ന ആ ഒരു സെലിബ്രേഷൻ ഒന്നും തന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ ആയിരിക്കും അത്. തീർച്ചയായിട്ടും ആ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു സമയം ലഭിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. ആ ഒരു സെലിബ്രേഷൻ ഡേ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം. ഞാൻ മാഡത്തിന്റെ റീഡിങ് കണ്ടിരുന്നു, അപ്പൊ എനിക്ക് ആ ഒരു ദിവസം, ആ ഒരു സെലിബ്രേഷൻ ഡേ ആണ് ഇന്ന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം. ഉറപ്പായിട്ടും ഞാനൊരു കമന്റ്, അത്തരത്തിലുള്ള കമന്റുകൾ ഒത്തിരി കമന്റുകൾ വായിക്കാനായിട്ട് എനിക്ക് ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിന്റെ സമയത്താണ് എനിക്ക് ഒരു മെസ്സേജ്, അത് ആരാന്ന് പേര് ഞാൻ മറന്നുപോയി, ഞാൻ പേര് ഓർത്ത് വെച്ചായിരുന്നു. അപ്പൊ റീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ പേര് ഞാൻ മറന്നുപോയി. ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു മെസ്സേജാണ്. മാഡത്തിന്റെ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. മാഡത്തിന്റെ റീഡിങ് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെയുള്ള മെസ്സേജൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി റീഡിങ്ങുകളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു പ്രേരണയാണ് നിങ്ങളുടെ ഓരോ കമന്റുകളും. താങ്ക് യു. അപ്പോൾ ഇതാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജീസ്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്തു നോക്കാം. എന്താണ്
യൂണിവേഴ്സ് പറയുന്നതെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ട്രൂ ഫീലിങ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഫീലിങ്സ് എന്താണ്? ഓക്കെ, ആദ്യം മൊത്തം ഒരു 2, 3, 4 കാർഡ്സ് ആണ് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ കാർഡുകൾ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് മനസ്സിലാകുന്നത് ഇതൊരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു ടൈമൊക്കെ കഴിഞ്ഞ് അവർ വിഷമിച്ച് ഒറ്റപ്പെട്ട് നിന്ന ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ ഒരു വളരെ ഹാർഡായിട്ടുള്ള ടൈമിലൂടെ പാസ് ചെയ്ത് അവരിപ്പോൾ ഒരു പോസിറ്റീവ് ഫ്രെയിമിലേക്ക് കടന്നിരിക്കുന്ന ഒരു ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ റീബിൽഡ് ചെയ്ത് അവരുടെ ഫീലിങ്സ് ഒക്കെ റീബിൽഡ് ചെയ്ത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഒരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് പോകുന്നത് എന്നാണ് ഈ ഒരു 2 കാർഡുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 കാർഡുകൾ വരുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയ ആ ഒരു നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൂമെന്റ് ആണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രയും ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളിൽ പലരും മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ വ്യക്തി എന്നിലേക്ക് വന്നു ചേരുന്നതിന് നന്ദി 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 എന്ന ഒരു അഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്താണോ അത് അവിടെ കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പറയുക. അപ്പൊ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മൾ എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ആഗ്രഹിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് സോൾ മെസ്സേജസ് ആയിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. ഓക്കെ, യുവർ സ്മൈൽ ഈസ് ലിറ്ററലി ദ ക്യൂട്ടസ്റ്റ് തിങ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. ഓക്കെ, അവരുടെ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്മൈലാണ് എന്ന് ഈ ഒരു സമയത്ത് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ റിലേഷൻഷിപ്പ് ഈസ് ബിൽഡ് ആൻഡ് ഈക്വാലിറ്റി ആൻഡ് ട്രസ്റ്റ്. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഈക്വാലിറ്റി, സമത്വത്തിലും അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിലുമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യു ആർ ആൻ അമേസിങ് ഹ്യൂമൻ ബീയിങ്, കെയറിങ് ആൻഡ് സെൽഫിഷ്. ഓക്കെ, സെൽഫ്ലെസ് എന്നാണ്. ഓക്കെ, ഒരു സെൽഫിഷ് അല്ലാത്ത രീതിയിലുള്ള, ഒട്ടും സെൽഫിഷ് അല്ലാത്ത രീതിയിലും അതുപോലെ കെയറിങ്ങും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അമേസിങ്, നല്ല അത്ഭുതകരമായ, നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ് നിങ്ങളെന്ന് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. You are always pushing me to be better and you are my biggest fan in all that I do. Okay, നിങ്ങൾ എപ്പോഴും അവരെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു, ഏറ്റവും നല്ല ബെറ്റർ ആകാൻ വേണ്ടിയിട്ട്. ആൻഡ് യു ആർ മൈ ബിഗസ്റ്റ് ഫാൻ, നിങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഫാൻ എന്ന് പറയുകയാണ്. ഓക്കെ, ഐ ക്യാൻ നെവർ ഫീൽ ബോർഡ് വെൻ വി ആർ ടുഗെദർ. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒരിക്കലും ഒരു ബോറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. യു ആർ മൈ ബിഗസ്റ്റ് ഡ്രീം കം ട്രൂ. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഏറ്റവും ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അവർക്ക് കിട്ടിയ ഒരു വലിയ കാര്യമാണ് എന്ന് അവർ പറയുകയാണ്. യു ആർ മൈ സേഫ് പ്ലേസ്. എവിടെ പോയാലും ഓടി വരാൻ പറ്റിയ എങ്ങോട്ടും ഓടി ഒളിച്ചാലും തിരിച്ചു വന്ന് കയറാൻ പറ്റിയ ഒരു സേഫ് ആയിട്ടുള്ള ഇടം നിങ്ങളാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. വി ക്യാൻ ഗെറ്റ് ത്രൂ എനിത്തിങ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് നിന്നാൽ എന്ത് വേണേലും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ,
ക്ലൂസ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്ന ടെക് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. 6 days എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എച്ച് കിട്ടുന്നുണ്ട്. 48 hours, ലെറ്റർ എക്സ്, ലെറ്റർ ഒ, ലെറ്റർ ജെ, 2003 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത് കിട്ടുന്നുണ്ട്. 1981, 1983, 1982, ഡാൻസ് 2001, ഇടുക്കി ജില്ല, ലെറ്റർ വി, ടീച്ചർ, സെപ്റ്റംബർ മന്ത് 1996, ഡ്രൈവർ 2023, ലെറ്റർ യു. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.